ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണിത്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല ഗ്രേവിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ്. അതേപോലെ എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു 2-3 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു തവി കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ മൂത്ത് പഴുത്ത ചെറുനാരങ്ങയാണ് എപ്പോഴും നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് നല്ലത്. അപ്പം ഞാനിപ്പോൾ ഇത്തിരി അച്ചാർ ഇടുന്നുള്ളൂ. ഒരു 5-8 ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം. എന്നിട്ട് തിളച്ച വെള്ളത്തിൽ 1-2 മിനിറ്റ് ഇട്ടതിന് ശേഷം ഉടനെ തന്നെ അത് കോരി മാറ്റുക. 2 മിനിറ്റ് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വെന്ത് പോകും. അപ്പോൾ നമ്മൾ അരിയുമ്പോൾ ഇതിൻ്റെ ജ്യൂസൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ തണുത്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ടാവും. ഇനി എക്സ്ട്രാ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ വേണം നമുക്കുള്ളത് ചെയ്യാനായിട്ട്. തിളച്ച വെള്ളമാണെങ്കിൽ നമ്മളൊന്നും കൂടി തുടച്ചെടുക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഞെട്ടിൻ്റെ വശം നോക്കി കട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒട്ടും തന്നെ ജ്യൂസ് പുറത്തേക്ക് പോകാതെ നല്ല ക്ലിയറായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരു കളയാം നമുക്ക്. കുരു കളഞ്ഞാൽ ഒട്ടും തന്നെ ചെറുനാരങ്ങ അച്ചാറിന് കയ്പ്പുണ്ടാവില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും ഞാൻ കുരു മാറ്റുന്നുണ്ട്. അതുപോലെ ഇതിനധികം കയ്പ്പുണ്ടാവില്ല. ഇത് നല്ല മൂത്ത് വിളഞ്ഞ നല്ല പഴുത്ത മഞ്ഞ കളറിലുള്ള ചെറുനാരങ്ങയാണ്. അപ്പോൾ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടുകും കൂടി ചേർത്ത് നന്നായിട്ട് പൊട്ടി വരട്ടെ. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അത്രയും അധികം ചേർക്കുന്നത് അത്രയും നല്ലതാണ് നമ്മുടെ ചെറുനാരങ്ങ അച്ചാറിന്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. വെളുത്തുള്ളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ ഇതിന് ഒരു ഗോൾഡൻ കളറാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റവ് സിമ്മിലിടുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം വറുത്ത് പിടിച്ച ഉലുവപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. സ്റ്റവ് എപ്പോഴും സിമ്മിലിടുക, അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് പാൻ പൊക്കി വെച്ചിട്ട് ഒന്ന് വഴറ്റുക. അപ്പോൾ ഇത്തിരി എണ്ണയും കൂടി പോരാതെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് എണ്ണയും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചെറുനാരങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സ്റ്റവ് എപ്പോഴും സിമ്മിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അച്ചാറിനൊരു കളർ ഉണ്ടാവില്ല. നമ്മൾ 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുഴുങ്ങിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ചെറുനാരങ്ങക്ക് ഉപ്പുണ്ടാവും. എന്നാലും നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നത് അച്ചാറിന് എപ്പോഴും എരിവും പുളിയും ഉപ്പൊക്കെ ഇത്തിരിയും കൂടി മുന്നിട്ട് വയ്ക്കണം. എന്നാലും ഇത് ശരിയായിട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിട്ട് അച്ചാർ വരുള്ളൂ. അപ്പോൾ സിമ്മിലിട്ട് തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെയുള്ള അച്ചാറാണ് നമ്മൾ ഇതുപോലെ റെഡിയാക്കുന്നത്. അപ്പോൾ ചൂടായി വരട്ടെ. സിമ്മിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അധികം വെന്ത് പോകരുത്. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു ചെറിയ തവി വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇത് ഒറിജിനൽ കള്ളിൻ്റെ വിനാഗിരിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു തവി ചേർത്ത് കൊടുത്തത്. ആസിഡ് വിനാഗിരിയൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. ഇനി വിനാഗിരി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എണ്ണയിൽ പാചകം ചെയ്യുന്നതുകൊണ്ട് ഇത് ചീത്താവില്ല. ഇനി എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി, എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി സിമ്മിലിട്ട് തന്നെ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. 1-2 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് കറി പാകമായിട്ടുണ്ടാവും. അധികം ഇട്ട് വേവിക്കരുത്. നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അച്ചാർ സൂപ്പറല്ലേ? കാണുമ്പോൾ തന്നെ അറിഞ്ഞുകൂടി നല്ല സൂപ്പറാണെന്ന്. ഇത് ബിരിയാണിക്കും ചോറിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ് നല്ല
ചില്ലുകുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടേ എടുക്കാൻ പാടുള്ളൂ. അപ്പോഴേ നമ്മുടെ ഈ അച്ചാറിന് നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയും എരിവൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇതേപോലെ നല്ല തിക്ക് ഗ്രേവി, നല്ല ഗ്രേവി ആയിട്ടല്ലേ ഇതിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല പഴുത്ത് വിളഞ്ഞ ചെറുനാരങ്ങയാണ്. പച്ച ചെറുനാരങ്ങയാണെങ്കിൽ ഇത്രയും ഗ്രേവി കിട്ടില്ല നമുക്ക്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചെറുനാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമല്ലേ. ഇപ്പം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഇതേപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.